വാർത്തകൾ വിശദമായി. വന്യമൃഗശല്യം തെരഞ്ഞെടുപ്പ് ആയുധമാക്കി UDF. അതേസമയം വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാൻ തയ്യാറാണെങ്കിൽ കേന്ദ്ര നിയമങ്ങൾ അനുവദിക്കില്ലെന്ന പ്രതിരോധവുമായി LDF. മലപ്പുറം വഴിക്കടവിൽ ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ രാഷ്ട്രീയം കലർത്താനാണ് UDF ശ്രമമെന്നും LDF. വിവരങ്ങളുമായി D. ബിനോയ് ചേരുന്നു. ബിനോയ്, ഇന്ന് രാവിലെയാണ് കാട്ടുപന്നിക്ക് വച്ച ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവം ഉണ്ടാവുന്നത്. അതിൽ പരം UDF-ഉം LDF-ഉം വരുന്നു. ഇത് നേരെ UDF പ്രചാരണ തന്ത്രമായി എടുക്കുന്നു എന്നൊരു സംശയം. അതിനെതിരെ LDF പ്രതികരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? കഴിഞ്ഞ ദിവസം വരെ മറ്റു രാഷ്ട്രീയങ്ങളിലൂടെ UDF കടന്നുപോയെങ്കിലും സാധാരണഗതിയിൽ അൻവർ പറഞ്ഞു വെച്ച വന്യമൃഗശല്യത്തെ UDF കൂടുതൽ ശക്തിയായി ഏറ്റുപിടിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഇന്നലെയൊക്കെ തന്നെ UDF വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ രാത്രിയിലുടനീളം അവിടെ ഉയർത്തിപ്പിടിച്ചത്. ആ പ്രതിഷേധവും അറസ്റ്റും ഒക്കെ തന്നെ പിന്നെ ഇന്നും നാളെയും ഒക്കെ ആയിട്ട് അതൊരു രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റാൻ തന്നെയാണ് UDF-ന്റെ നീക്കം. UDF കൺവീനറും അത്തരത്തിൽ തന്നെയാണ് പറഞ്ഞത്. കാരണം വനമേഖലയോട് അടുത്ത് കിടക്കുന്ന നിലമ്പൂർ പ്രദേശങ്ങളിൽ വലിയ തരത്തിലുള്ള വന്യമൃഗശല്യം ഉണ്ടാകുന്നു. കൃഷിക്കും ഒപ്പം ജീവനും ഭീഷണിയായി ഇവ മാറുന്ന ഒരു സാഹചര്യം. അതിനൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥി തന്നെ ഷോക്കേറ്റ് മരിച്ചത്. വന്യമൃഗങ്ങൾ ഇത്രയധികം സുലഭമായി നാട്ടിലേക്ക് ഇറങ്ങുന്നത് കൊണ്ടാണ് ഈ കാട്ടുപന്നി പോലുള്ള മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്നതിനും ഷോക്ക് നൽകി കൊന്നതിന് ശേഷം കറക്കി ഉപയോഗിക്കുന്നതിനും ഒക്കെ ആയിട്ട് ആളുകൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഒരു പരിധിവരെ ഇത്തരം സാധനങ്ങൾക്ക് തടയിടാൻ ഒരു നീക്കം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. കാടിനുള്ളിൽ തന്നെ ഇവർക്ക് ആവശ്യമായ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ ഒരുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങില്ല. ഒപ്പം വേലികൾ സ്ഥാപിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ട്രെഞ്ചുകൾ സ്ഥാപിക്കുന്ന കാര്യത്തിലും ഒന്നും തന്നെ LDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കാര്യമായ പുരോഗതി ഉണ്ടാകാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ കാട്ടുപന്നി നാട്ടിലേക്ക് ഇറങ്ങുന്നതും. ഇന്ന് രാവിലെ തന്നെ 2 പേർക്ക് മലപ്പുറം ജില്ലയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. ഇവരെ നിലമ്പൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യാപകമായ തരത്തിലുള്ള വന്യമൃഗശല്യം എടുത്തു കാണിച്ചുകൊണ്ട് തന്നെ UDF ഈ സമയം മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും അവരുടെ മുന്നിൽ മറ്റൊരു അപായം കൂടി നിൽപ്പുണ്ട്. കാരണം PV അൻവർ നേരത്തെ തന്നെ LDF-ഉമായി ഉടക്കി പിരിഞ്ഞതിൽ പ്രധാന കാര്യമായി എടുത്തു പറയുന്നത് നിലമ്പൂർ വനമേഖലയിൽ നിന്നും കൃഷി നശിപ്പിക്കുന്ന കാട്ടുമൃഗങ്ങളെ ഒഴിവാക്കാൻ കഴിയാത്തൊരു സംഭവം. അതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രാവശ്യം അദ്ദേഹം തന്നെ നയിച്ച മാർച്ചുകളും സമരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക്. അത്തരത്തിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വനമേഖലയിലെ കർഷകരെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് PV അൻവറും നിലകൊള്ളുന്ന ഒരു സാഹചര്യം. ഈ 2 സാഹചര്യങ്ങൾക്കും ഇടയിലാണ് ഇപ്പോൾ LDF പെട്ടിരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയും. കാരണം LDF-ന് പ്രതിരോധമൊരുക്കുവാൻ അവർക്ക് ശക്തമായ നീക്കങ്ങൾ നടത്തുവാൻ കഴിയും. കാരണം വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയിടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പോലും അത് കൃത്യമായി നടപ്പിലാക്കുന്ന തരത്തിലേക്ക് ചില നിയമങ്ങൾ ബാക്കി നിൽക്കുന്നതാണ് അവരേറ്റവും വലിയ പ്രതിരോധമായി പറയപ്പെടുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ മാസമാണ് ഈ ആക്രമണകാരികളായും ഒപ്പം തന്നെ കൃഷി നശിപ്പിക്കുന്നതുമായ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിനൊരു നിയമ ഭേദഗതി ആവശ്യമാണെന്ന് കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുവാൻ തീരുമാനിച്ചത്. എന്നാൽ ആ തീരുമാനം ഉൾപ്പെടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിന് സംസ്ഥാന സർക്കാരിനോ അവയെ നിയന്ത്രിക്കുന്നതിന് സംസ്ഥാനത്തെ വനം വകുപ്പിനോ യാതൊരു വിധത്തിലുള്ള നിയമങ്ങളും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായും ആ നിയമം നടപ്പിലാക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നയപരമായ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാകണം. മാത്രവുമല്ല കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിനും അവയെ തുരത്തുന്നതിനും ആവശ്യമായ നിയമ പരിഗണന പഞ്ചായത്തുകൾക്ക് നൽകിയിട്ടുണ്ട്. അവരത് കൃത്യമായി പ്രയോഗിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്നാണ് LDF-ന്റെ പ്രതിരോധം. എന്തായാലും ഈ ചർച്ചകളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ മലപ്പുറത്ത് ഉയരും എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ചും ഇനി തെരഞ്ഞെടുപ്പിന് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും ഒപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നുമൊക്കെ ഈ പാർട്ടികൾ അവിടുത്തെ നിലമ്പൂരിലെ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുവാൻ ഈ വന്യമൃഗശല്യം വഴിയൊരുക്കും എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ചും ഈ വിദ്യാർത്ഥിയുടെ മരണം തൊട്ടു പിന്നാലെ 2 യുവാക്കൾക്ക് പരിക്കേറ്റത്. ഇങ്ങനെയുള്ള നിരവധിയായ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് UDF ശക്തമായി പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകും. ആ മുന്നറിയിപ്പ് തന്നെയാണ് ഇന്നലെ രാത്രിയിൽ ഉടനീളം അവിടെ വഴിത്തടഞ്ഞും ഒപ്പം വനം വകുപ്പിൻ്റെ ഓഫീസിന്
മുന്നിൽ പ്രതിഷേധിച്ചും അറസ്റ്റ് ചെയ്തവരെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ ഉപരോധിച്ചുമൊക്കെ നടത്തിയ സമരങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. അവർക്ക് ഏറ്റവും വലിയ ആയുധമായി ഈ വന്യമൃഗശല്യം ഉപയോഗിക്കും. അത് ഇടതുപക്ഷ സർക്കാരിൻ്റെ വീഴ്ചയായ ഒരു ഉയർത്തിക്കാട്ടും. അത്തരം നീക്കങ്ങളുമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ മാസം 12-ാം തീയതി വൈകുന്നേരത്തോടുകൂടി പ്രിയങ്ക ഗാന്ധി നിലമ്പൂരിൽ എത്തുന്നുണ്ട്. അവരും ഈ വിഷയം തന്നെ ഉന്നയിക്കും. 13-ാം തീയതിയാണ് അവിടെ റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികൾ നിശ്ചയിച്ചിരിക്കുന്നത്. ആ സമയത്തും ഒരു പക്ഷേ കേന്ദ്ര നേതാക്കളും AICC നേതാക്കളും എല്ലാം തന്നെ പറയാൻ പോകുന്നത് ഈ വന്യമൃഗങ്ങളിൽ നിന്നും നാടിനും നാട്ടുകാർക്കും കൃഷിക്കും സംരക്ഷണം നൽകണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോവുകയും ചെയ്യും. LDF ആകട്ടെ അവർക്ക് പ്രതിരോധിക്കാൻ കൃത്യമായ വാക്കുകളുണ്ട്. കാരണം വനം വകുപ്പ് കൃത്യമായി പല സ്ഥലങ്ങളിലും പല മേഖലകളിലും ഈ വൈദ്യുതി വേലികൾ സ്ഥാപിച്ചിട്ടുണ്ട്. മാത്രമല്ല ട്രെഞ്ചുകൾ കുഴിച്ചിട്ടുണ്ട്. എന്നാലും അതെല്ലാം കടന്നെത്തുന്ന വന്യമൃഗങ്ങളെ പിടിക്കുവാനോ അവയെ വേട്ടയാടുന്ന സംഘങ്ങളിൽ നിന്നും അവയെ സംരക്ഷിച്ച് മാറ്റുന്നതിനോ ഒന്നും ഈ നിലവിലെ ഒരു നിയമങ്ങളും അവർക്കില്ല. അതുകൊണ്ടാണ് പന്നിയെ മാത്രം കൊല്ലാനാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കൊരു നിയമമുള്ളത്. അതേസമയം പന്നി കൂടാതെ മറ്റ് മൃഗങ്ങൾ വളരെയധികം നാട്ടിലേക്ക് ഇപ്പോൾ ഇറങ്ങുന്നൊരു സാഹചര്യം. അതാണ് ഈ സംസ്ഥാനത്തിൻ്റെ വടക്കൻ മേഖലകളിൽ അല്ലെങ്കിൽ മലയോര മേഖലകളിലൊക്കെ വലിയ തരത്തിൽ കടുവയുടെയും പുലിയുടെയൊക്കെ ആനയുടെ ആക്രമണം മൂലമൊക്കെ നിരവധി പേര് മരണപ്പെടുന്നു. എന്നാൽ നിയമത്തിൻ്റെ പരിമിതികൾ മൂലം തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പ്രതിരോധം ഉയർത്തിക്കൊണ്ട് തന്നെ LDFും ഇതിനെ ശക്തമായി നേരിടും. BJP ആയിരിക്കും കൃത്യമായും ഈ വിഷയത്തിൽ വെട്ടിലാകാൻ പോകുന്നത്. കാരണം ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്, ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. എന്തുകൊണ്ട് ഇത്തരത്തിൽ വന്യമൃഗശല്യത്തിൽ നിന്നും നാട്ടുകാരെയും അല്ലെങ്കിൽ കൃഷിയെയും സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്നതിന് വലിയ തരത്തിൽ മറുപടി പറയേണ്ടി വരിക BJP-യാണ്. BJPയുടെ നേതാക്കന്മാരാരും തന്നെ ഇതുവരെയായും പ്രതികരിക്കുകയോ അല്ലെങ്കിൽ അതുമായി വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിനോ തയ്യാറായി വന്നിട്ടില്ല. UDF ഇതൊരു വലിയ ചർച്ചയാക്കി വലിയൊരു പ്രതിഷേധമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നീക്കം. 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണം രാഷ്ട്രീയ ആയുധമാക്കിയിരിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി നിലവിൽ കേസ് ക്രൈംബ്രാഞ്ചിന് മാറിയിരിക്കുകയാണ്. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് വനംമന്ത്രി പറയുന്നത്. വനംമന്ത്രി മാപ്പ് പറയണമെന്ന് ആര്യാടൻ ഷൗക്കത്തും പറയുന്നു. ബിനോയിയാണ് വിവരങ്ങൾ നൽകിയത്.